ഇടയ്ക്കിടെയായി വരുന്ന അടിസ്ഥാനരഹിതമായ ചില പ്രസ്താവനകൾ സ്വാഭാവികമായും ജനങ്ങളിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കും. എയിംസിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടി 2021 മുതൽ തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഈ കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. കേരളത്തിലെ ആദ്യഘട്ടത്തിൽ തന്നെ എയിംസ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യം ഉയർത്തിയപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റാണ് പറഞ്ഞത് ഒരു സ്ഥലം പ്രത്യേകമായി കണ്ടെത്തി എയിംസിന് വേണ്ടി ഭൂമി ഏറ്റെടുത്ത് കേന്ദ്ര സർക്കാരിനെ അറിയിക്കണം എന്ന് പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അതിനടിസ്ഥാനത്തിൽ 2021 മുതൽ കേരളത്തിലെ വിവിധ സ്ഥലങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് പരിശോധിക്കുകയും കോഴിക്കോട് ജില്ലയിലെ KSIDCയുടെ കൈവശമുള്ള 150 ഏക്കർ ഭൂമി ഉൾപ്പെടെ 200 ഏക്കറിലധികം വരുന്ന ഭൂമി ഏറ്റെടുക്കുന്നതിനാവശ്യമായ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. 150 ഏക്കർ KSIDCയുടെ കൈവശം തന്നെയുണ്ട്. അത് ഓൾറെഡി ഏറ്റെടുത്ത് അറിയിച്ചു കഴിഞ്ഞു. 100 ഏക്കർ ഭൂമി അധികമായി വിവിധ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ഏറ്റെടുക്കാനാവശ്യമായ നടപടി ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ച് അതിൻ്റെ സാമൂഹ്യാഘാത പഠനവും പാരിസ്ഥിതികാഘാത പഠനവും പൂർത്തിയാക്കി അതിർത്തി നിർണയിച്ച് വാല്യൂ നിശ്ചയിക്കുന്ന വിധത്തിലേക്കുള്ള നടപടിയിൽ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. ഏകദേശം ഒക്ടോബർ മാസത്തോടു കൂടി എനിക്ക് തോന്നുന്നു മൂല്യം നിശ്ചയിച്ച് ജനങ്ങൾക്ക് അതിൻ്റെ കോമ്പൻസേഷൻ കൊടുക്കുന്ന വിധത്തിലേക്കുൾപ്പെടെയുള്ള നടപടിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിച്ചിരിക്കുന്ന ഒരു വിഷയത്തിൽ ആധികാരികമായി ഒരു പിൻബലവുമില്ലാതെ അടിസ്ഥാനരഹിതമായ പ്രസ്താവനകൾ നടത്തുമ്പോൾ, അതും കേന്ദ്രമന്ത്രിയെപ്പോലെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളിങ്ങനെ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാവും. ഇപ്പോൾ ബാലുശ്ശേരി മണ്ഡലത്തിലെ കിനാലൂരിലാണ് ഈ ഭൂമി കണ്ടെത്തിയിട്ടുള്ളത്. എയിംസുമായി ബന്ധപ്പെട്ട ഏറെ സാധ്യതകൾ ഇത് സ്ഥാപിക്കാൻ ഏറ്റവും അധികമുള്ള ഭൂമിയായി കണക്കാക്കിയ ഭൂമിയാണ് കിനാലൂർ പ്രദേശത്തെ ഭൂമി. അവിടെ ഒരു തരത്തിലുമുള്ള എതിർപ്പുകളും ഉന്നയിക്കാതെ സ്വയം സന്നദ്ധമായി നിരവധി കുടുംബങ്ങൾ നാടിൻ്റെ ഒരു വലിയ വികസനം വരുന്നു എന്ന് കണ്ടുകൊണ്ട് ഭൂമി വിട്ടു നൽകിയ അനുഭവമാണ് നമ്മുടെ മുന്നിലുള്ളത്. അവരിതുവരെ മറ്റേതെങ്കിലും വിധത്തിൽ ഒരു പ്രശ്നത്തെ ചൂണ്ടിക്കാണിച്ച് ഈ ഒരു വികസന മുന്നേറ്റത്തോടൊപ്പം നിൽക്കാത്ത സമീപനം സ്വീകരിച്ചിട്ടില്ല. വളരെ പോസിറ്റീവായാണ് എയിംസ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ സ്വീകരിച്ചിട്ടുള്ളത് ഇതുവരെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ നടപടികളെല്ലാം പൂർത്തിയായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം കേരളത്തിൽ ഭൂമി റെഡിയാണ് എന്ന് അറിയിച്ചിരിക്കുന്ന ഒരു പദ്ധതിയെ ഈ നിലയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ച് പദ്ധതിയെ തന്നെ ഇല്ലാതാക്കുന്ന വിധത്തിലേക്കുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് തീർച്ചയായിട്ടും അതൊരു ശരിയായ രീതിയല്ല. മാത്രമല്ല, ഗവൺമെൻറ്റുകളാണ് ഈ കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടത്. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ പരിധിയിൽ വരുന്ന ഭാഗമാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടി. വിവിധ ഘട്ടങ്ങളിൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ, ആരോഗ്യ വകുപ്പിൻ്റെ വ്യത്യസ്ത ചുമതല വഹിക്കുന്നവർ ഇവരെല്ലാം ആ ഭൂമി നേരിട്ട് സന്ദർശിച്ചതാണ്. ആദ്യം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ ചുമതലപ്പെടുത്തി. പിന്നീട് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറെ, സ്റ്റേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റിൽ നിന്നും ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ വന്നു. തുടർന്ന് ജില്ലാ കളക്ടർ വന്നു. തുടർന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി വന്നു. തുടർന്ന് റവന്യൂ സെക്രട്ടറി വന്നു. ഇങ്ങനെയുള്ള ഔദ്യോഗിക സന്ദർശനങ്ങളെല്ലാം ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. 2021 മുതൽ 2025 വരെയുള്ള കാലയളവിലെ ഇതിൻ്റെ നടപടിക്രമങ്ങൾ ആഴത്തിൽ പരിശോധിച്ചിരിക്കുന്ന ഒരാൾ ഒരു 70% ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തിയാക്കി ഒരു 80% എത്താൻ വേണ്ടി പോകുമ്പം എയിംസ് കേരളത്തിൽ ഇന്ന സ്ഥലത്ത് അനുവദിക്കേണ്ടതില്ല, അത് മറ്റൊരു സ്ഥലത്തിലേക്ക് ഞാൻ നിശ്ചയിക്കുന്നത് പ്രകാരം പോകണമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു ശരിയായ രീതിയായി കാണാനാവില്ല. ആ നിലയിൽ ആശയക്കുഴപ്പം ഉത്തരവാദിത്തപ്പെട്ടവർ സൃഷ്ടിക്കരുത്. ഇത് കേരളത്തിൻ്റെ ഒരു വികസനത്തിൻ്റെ ഭാഗമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയും കേന്ദ്ര ഗവൺമെൻറ്റുമായി നടത്തിയ നിരന്തരമായ ആശയവിനിമയത്തിൻ്റെയും ഇടപെടലുകളുടെയും രേഖകളൊക്കെ ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും നിങ്ങൾക്കൊക്കെ ആ രേഖകൾ കിട്ടും. അതൊക്കെ പരിശോധിച്ചാൽ ഈ നടപടിക്രമം സമയബന്ധിതമായി കൃത്യമായി മാതൃകാപരമായി പൂർത്തീകരിച്ചതിൻ്റെ എല്ലാ വിവരങ്ങളും നമുക്കെല്ലാവർക്കും ലഭ്യമാകും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി പ്രത്യേകം തരുന്നതല്ലല്ലോ എയിംസ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തി അവരുടെ താല്പര്യം, സ്വയം താല്പര്യത്തിനനുസരിച്ച് അനുവദിക്കുന്ന ഒരു പദ്ധതിയല്ല എയിംസ്. അത് ഗവൺമെൻറ്റുകൾ തമ്മിൽ കൂടിയാലോചിച്ച്
ഔദ്യോഗികമായ ക്രമത്തിൻ്റെ പൂർത്തീകരണത്തിലൂടെ അനുവദിക്കപ്പെടുന്ന ഒരു പദ്ധതിയാണ്. ആ അർത്ഥത്തിൽ ആ പദ്ധതിയെ കാണണം. കേന്ദ്രമന്ത്രിയുടെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ജനങ്ങളിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രിയുടെ വ്യക്തിപരമായ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തി സ്ഥാപിക്കാൻ വേണ്ടി കഴിയാകുന്ന ഒന്നല്ല എയിംസ്. ഇത്തരം കാര്യങ്ങൾ ഒരു ഘട്ടത്തിലും ഒരു മന്ത്രിമാരും, അത് കേന്ദ്രമന്ത്രിയാവട്ടെ, സംസ്ഥാന മന്ത്രിയാവട്ടെ, മുഖ്യമന്ത്രിമാരാവട്ടെ, അവരുടെ വ്യക്തിപരമായ ഒരു തീരുമാനത്തിനനുസൃതമായല്ല ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കാറുള്ളത്. അത് ഒരു കാഴ്ചപ്പാടിൻ്റെയും ഗവൺമെൻറ്റിൻ്റെ കൂട്ടായ ഇടപെടലിൻ്റെയും എല്ലാം ഭാഗമായി നടപ്പിലാക്കേണ്ട ജനങ്ങൾക്ക് വേണ്ട പദ്ധതിയാണ് എന്നുള്ള ഉത്തമമായ ബോധ്യമുയർത്തിക്കൊണ്ട് വേണം ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനുണ്ട്. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ കേരളത്തിലെ കക്ഷി രാഷ്ട്രീയ നിലയെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ എയിംസ് വേണ്ട എന്ന് കേന്ദ്രമന്ത്രിയുടെ രാഷ്ട്രീയ പാർട്ടിയായ BJP പറയട്ടെ. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ ആലോചിക്കാം. അങ്ങനെയൊരു നിലപാട് BJPക്കുണ്ടോ? കോഴിക്കോട് ജില്ലയിൽ എയിംസ് സ്ഥാപിക്കേണ്ടതില്ല എന്ന നിലപാട് BJPക്ക് ഔദ്യോഗികമായിട്ടുണ്ടെങ്കിൽ BJPയുടെ ഔദ്യോഗിക നേതൃത്വം ആ കാര്യങ്ങൾ വിശദീകരിക്കട്ടെ. ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വാഗ്വാദത്തിൻ്റെയോ ഏതെങ്കിലും ഒരു പിടിവലിയുടെയോ ഭാഗമായി മാറേണ്ട ഒരു പ്രശ്നമേ അല്ല. ഇത് വിശാലമായ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ വികസന താല്പര്യം മുൻനിർത്തി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കേണ്ട പദ്ധതിയാണ്. ആ അർത്ഥത്തിൽ ഈ പദ്ധതിയെ കാണണമെന്നുള്ള അഭ്യർത്ഥനയാണ് ഈ എയിംസിന് വേണ്ടി സ്ഥലം കണ്ടെത്തിയ ആ മണ്ഡലത്തിലെ MLA എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.